63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ നാടകം നടക്കുന്ന ടാഗോർ തിയേറ്ററിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നത് നടനും നാടകപ്രവർത്തകനുമായ രാജേഷ് ശർമ്മയാണ്. കലോത്സവത്തിൻ്റെ വിശേഷങ്ങളെ പറ്റിയിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കാം. നാടകം ഒക്കെ കണ്ടായിരുന്നു? അത് കണ്ടു. ഇപ്പോൾ ഒരു 2 നാടകം മിസ്സായി. വളരെ നല്ല നാടകങ്ങൾ, പ്രത്യേകിച്ച് ഹൈസ്കൂളിൻ്റെ നാടകങ്ങളെന്ന് പറയുമ്പോഴത്തേന് നല്ല നല്ല തിരക്കില്ലേ. മറ്റേ പലയിടത്തും നിന്നും, അതായത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും നാടകപ്രവർത്തകർ, പ്രത്യേകിച്ച് കുട്ടികളുടെ നാടകവേദിയിൽ നിൽക്കുന്ന, സജീവമായിട്ട് നിൽക്കുന്ന ആളുകളെല്ലാം നാടകങ്ങൾ കാണാൻ വരും. കുട്ടികളുടെ നാടകമൊന്നുമില്ല, നാടകപ്രവർത്തകരായിട്ടുള്ള എല്ലാവരും വരും. പരസ്പരം കാണുകയും മത്സരമെന്ന് പറയുന്നതിലുപരി മത്സരം ഈ തൽക്കാലത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. നാടകപ്രവർത്തകർക്കിടയിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. മത്സരമൊക്കെ ആ സമയത്തേക്കേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേന് എല്ലാവരും നാടകത്തിൻ്റെ ഭാഗമാകും. നമ്മൾ തമാശയ്ക്കാണെങ്കിലും വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാറുണ്ട്, നാടക ബന്ധുക്കൾ എന്ന്. പിന്നെ ഓരോ വർഷങ്ങളിലും വൈവിധ്യമുള്ള നാടകങ്ങൾ നമുക്ക് വരുന്നുണ്ട്. നാടകത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ നമുക്ക് അടുത്തറിയാൻ കഴിയുന്നുണ്ട്. നമ്മൾ എല്ലാവരും കുട്ടികളെ പഠിപ്പിക്കുന്നവരാണല്ലോ, അല്ലേ? പഠിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണല്ലോ. പക്ഷെ നാടകത്തിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ കുട്ടികളിൽ നിന്നാണ് പഠിക്കുന്നത്. കാരണം കുട്ടികളുടെ നാടകം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു നാടക പദ്ധതിയല്ല. കുട്ടികൾ അതൊരു ശരി കുട്ടികളുടെ ഒരു പദ്ധതി എന്ന് പറയുന്നത് വേറിട്ടിരിക്കുന്നതാണ്. അവരുടെ വ്യക്തിത്വ വികസനം, അവരുടേതായിട്ടുള്ള വിഷയങ്ങൾ, അവർക്ക് അവരുടെ ചിന്തകൾ, ഇതെല്ലാം കൂടെ ചേർന്നാണ്. അപ്പോൾ ഒരു നാടകം ഉണ്ടാകുന്നത് തന്നെ ഇതെല്ലാം കൂടെ. അപ്പോൾ കുട്ടികൾ അവരുടെ എന്താ പറയുന്നത്, ചില വ്യത്യാസങ്ങൾ അവരിൽ വളരെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ഒരു വലിയൊരു പ്രോസസ്സാണ് കുട്ടികളുടെ നാടകം ചെയ്യുക എന്ന് പറയുന്നത്. ഓരോ കുട്ടിയെയും മനസ്സിലാക്കുക, അവൻ്റെ അഭിപ്രായം കേൾക്കുക, അവന് പറ്റുന്ന നിലയിലേക്ക് നാടകത്തെ എത്തിക്കുക. ചിലപ്പോൾ കുറേ കഴിയുമ്പോഴത്തേനും ഇവൻ അതിനും അപ്പുറത്തേക്ക് പോകുന്നൊരവസ്ഥ വരും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് ശരിക്കും പറയാൻ നാടകം ഡെവലപ്പാകുന്നത്. അതാണ് ശരിക്കും പറയാൻ കുട്ടികളുടെ നാടകവേദി അങ്ങനെ തന്നെയാണ്. അതൊരു വലിയ ഇടപെടൽ തന്നെയാണ്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വലിയ സംഭാവന ചെയ്യുന്നൊരു കാര്യമാണ്. മറ്റ് പല കലകളും മത്സരത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് പിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നാടകം അങ്ങനെയല്ല. നാടകം അതൊരു സംസ്കാരമായിട്ട് അത് വലിയൊരു തുടർച്ചയായിട്ട് ഇങ്ങനെ നിൽക്കും. ഇപ്പോഴും നമ്മുടെയൊക്കെ നേരത്തെ നാടകം ചെയ്തിട്ടുള്ള ഒരുപാട് പേര് ഇപ്പം തന്നെ ഇവിടെ ഒരുപാട് പേരുണ്ട്. അവർ ജോലിയൊക്കെ മാറ്റി വെച്ചേച്ച് പല ഉദ്യോഗസ്ഥർ, പോലീസുകാരൊക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ അന്ന് നാടകം ചെയ്ത ആൾക്കാരാണ്. നിങ്ങളുടെ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഒക്കെ ഉണ്ട് നാടകം അന്ന് ഈ സ്കൂൾ കലോത്സവത്തിന് നാടകം ചെയ്ത ആളുകൾ. അവരൊക്കെ അതൊക്കെ മാറ്റി വെച്ചേച്ച് വന്നിട്ട് മെനക്കെട്ട് ഇങ്ങനെ നിൽപ്പുണ്ട് നാടകം കാണാൻ. അതൊരു വലിയൊരു തുടർച്ചയുള്ളൊരു പദ്ധതിയാണ് കുട്ടികളുടെ നാടകം. വളരെ പ്രൗഢമായിട്ടുള്ളൊരു എനർജറ്റിക് ആയിട്ടുള്ളൊരു സദസ്സുണ്ട്. പിന്നെ കുട്ടികൾ നമുക്ക് തരുന്നൊരു ഊർജ്ജമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളെപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുന്നവരാണ്, ഉപദേശിച്ചുകൊണ്ടോ മറ്റേതെങ്കിലും. പക്ഷെ നാടകം അരങ്ങിലെത്തിക്കഴിയുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നത് കുട്ടികളാണ്. വലിയൊരു നാടിൻ്റെ അകമാണ് നാടകമെന്ന് പറയാറുണ്ടല്ലോ. അപ്പം ഈ കലോത്സവത്തിന് കുട്ടികൾ അവതരിപ്പിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന നാടകങ്ങളിലെ വിഷയങ്ങളെ പറ്റിയിട്ട് എന്താണ് പറയുക? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നാടകം ഒരു പദ്ധതിയാണെന്ന് പറഞ്ഞല്ലോ. ഈ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നത് തന്നെ കുട്ടികളായിരിക്കും. നമ്മളൊരു ഏതെങ്കിലും തരത്തിലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് പോയിട്ട് നാടകം ചെയ്യുകയല്ല ചെയ്യുന്നത്. അവിടെ പോയി ആ കുട്ടികളെ മനസ്സിലാക്കി അവരിൽ നിന്നാണ് ആ സ്ക്രിപ്റ്റ് പലപ്പോഴും രൂപപ്പെടുന്നത്, അവരുടേതായി മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ വൈവിധ്യമുള്ള വിഷയങ്ങൾ, ഇപ്പം
ഇപ്പോൾ പൊട്ടക്കുളം, കെയർ ഓഫ് പൊട്ടക്കുളം ആയാലും ശരി, അതിനു മുമ്പ് മറ്റേ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്ലേ ശ്വാസം, പിന്നെ വയനാടിൻ്റെ ആ സ്കൂളിൽ, വെള്ളാർമന്ദിരം സ്കൂളിൽ കുട്ടികൾ ചെയ്ത നാടകം, അത് നമുക്ക് അതെങ്ങനെയാണ് അവരുടെ വിഷയം അവർ ചെയ്തപ്പോഴേ ഓഡിയൻസ് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചില്ലേ. പിന്നെ അങ്ങനെ വളരെ വൈവിധ്യങ്ങളുണ്ട്, അവതരണത്തിലുള്ള വൈവിധ്യമുണ്ട്, പുതിയ സാധ്യതകൾ അന്വേഷിക്കുന്ന ഇതുണ്ട്. ഒരു കൂട്ടായ പ്രവർത്തനം, അത് വളരെ ശക്തമായ പ്രവർത്തനമാണ് അത്. അപ്പോൾ നമുക്ക് വളരെ ചെറിയ ചെറിയ സബ്ജക്റ്റുകളൊക്കെ എടുത്ത് ഡെവലപ്പ് ചെയ്ത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. മുൻകാല കലോത്സവ അനുഭവങ്ങൾ എന്തെങ്കിലും പങ്കുവെക്കാറുണ്ട്? കലോത്സവങ്ങളിൽ അനുഭവങ്ങൾ, ഞാൻ കൊല്ലത്ത് കിടന്ന സമയത്ത്, ഞാൻ 10 പഠിക്കുന്ന സമയത്ത് കൊല്ലത്ത് 40 ഉണ്ടായിരുന്നു. അന്ന് ഞാൻ മുഴുവൻ സമയ വോളണ്ടിയറായിരുന്നു. എനിക്ക് കലോത്സവം എന്നൊക്കെ കേൾക്കുമ്പോഴത്തേനും കലോത്സവത്തിന് മുന്നൊരുക്കമായിട്ട് ഈ കുറേ ചുമടെടുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ അല്ലേ ഡിജിറ്റലായത്. അന്ന് ഈ പേപ്പറുകളും ഇതുപോലെ പല പാസുകൾ, എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ബോയ്സ് ഹൈസ്കൂളിൽ ഗ്രൗണ്ടിൽ പാസ്, അന്ന് ഈ ബാഡ്ജുകളുണ്ടല്ലോ, എല്ലാ അധ്യാപകരുമായി ഇത് അവർക്ക് വരുമ്പോഴത്തേന് ടാഗൊക്കെ ആയിട്ട് കൊടുക്കുക. അത് കയ്യിൽ നിന്ന് പൊട്ടിത്തെറിച്ച് പോയിട്ട് എന്നെ സംബന്ധിച്ച് കലോത്സവം അങ്ങനെയാണ്. എൻ്റെ 10ാം ക്ലാസ്സിൽ ചുമടെടുത്തതും വാളണ്ടിയറായിട്ട് നടന്നതും വെള്ളം കൊടുക്കലും അതൊക്കെയാണ്. പിന്നീട് അതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ കലോത്സവം ഞാൻ ശരിക്കും ആസ്വദിക്കുന്നത്. ഞാൻ നാടകങ്ങൾ ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ എൻ്റെ മാഷന്മാരുടെ കൂടെ നാടകമായിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ നാടകത്തെക്കുറിച്ച് എന്തെങ്കിലും ഈ കലോത്സവത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ട് ഓർമ്മകളുള്ളതും. ഇപ്പം പുതിയ നാടകത്തെ പറ്റിയിട്ട് സാറിൻ്റെ ഇപ്പോൾ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തൊരു നാടകം ഇപ്പോഴും കളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ശുദ്ധമത്തുള്ളതെന്ന് പറഞ്ഞ നാടകം, അതായത് 500 കഴിഞ്ഞു. ഇപ്പോൾ 3-4 ദിവസം അത് മുമ്പും അത് അവതരിപ്പിച്ചു. പിന്നെ വേറൊരു പ്ലേ ഇങ്ങനെ പ്ലാനിങ്ങിലാണ്. പിന്നെ നാടകങ്ങൾ കാണാൻ കാരണം വെച്ചാൽ നമ്മൾ ഉണ്ടായത് നാടകമാണ്, നമ്മളെ ഉണ്ടാക്കിയത് എന്ന് പറയാം. നമ്മളുടെ ഒരു വ്യക്തിത്വ വികസനം സാധ്യമായ ഒരു ഇടം നമ്മൾ മനസ്സിലാക്കിയത്, നമ്മൾ വായിച്ചു തുടങ്ങിയത്, നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്നത്, നമ്മളിലൊരു രാഷ്ട്രീയ ബോധം നിറച്ചത് ഒക്കെ നാടകമാണ്. അപ്പോൾ നാടകം എവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി കാണുകയും ആസ്വദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതിനിപ്പോൾ ഏതുതരം നാടകം ആണെങ്കിലും.